ഹായ് ഓൾ. മാത്തമാറ്റിക്സ് എടുത്ത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒളിമ്പിയാഡ് എക്സാമിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒളിമ്പിയാഡ് എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഒളിമ്പിക്സ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നാഷണൽ ഇന്റർനാഷണൽ ലെവലുള്ള ഗെയിംസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്ന ഒരു എക്സാമാണ് മക്കളെ ഒളിമ്പിയാഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് അറിയാം. രജിസ്ട്രേഷനൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, മക്കൾക്ക് അറിയാമായിരിക്കും. സ്റ്റിൽ എന്താണ്, രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഒളിമ്പിയാഡ് എക്സാമിന് 6 സ്റ്റേജുകളാണുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജാണ് മക്കളെ IOQM എന്ന് പറയുന്ന ഇന്ത്യൻ ഒളിമ്പിയാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ്. ഈ 6 സ്റ്റേജിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് IMO എന്ന് പറയുന്ന ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡ് വരുന്നത്. അപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും എന്നറിയാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഒരു എക്സാം തന്നെയാണിത്. എക്സാം ഡേറ്റ് ആണെങ്കിൽ സെപ്റ്റംബർ 8-ാം തീയതിയാണ്. ഈ ഒരു വർഷം സെപ്റ്റംബർ 8-ാം തീയതി തന്നെ എക്സാം കണ്ടക്ട് ചെയ്യും. രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, അറിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ആൻഡ് എക്സാം ഉള്ളത് 3 മണിക്കൂറിന് എക്സാമാണ്, 100 മാർക്കിൻ്റെ എക്സാമാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാണെങ്കിൽ എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. അതായത് പറയുവാണെങ്കിൽ മൊത്തം 30 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതിൽ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 10 ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ആയിരിക്കും, 10 ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ ആയിരിക്കും. മൊത്തം 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 100 മാർക്ക് ഉണ്ടായിരിക്കും, 3 മണിക്കൂർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആകെ 30 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ 3 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എത്രത്തോളം അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവാന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എക്സാമിന് അത്രയും പ്രിപ്പറേഷനും ആവശ്യമുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ആ ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആൻഡ് എക്സാം ആൻസർ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ആൻസർ എന്ന് പറയുന്നത്, മാത്തമാറ്റിക്സിൽ ആൻസർ എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ 0 മുതൽ 99 വരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഡിജിറ്റ് പറ്റുള്ളൂ, ഇൻറ്റിജേഴ്സ് മാത്രമേ പറ്റുള്ളൂ. മറ്റ് ഡെസിമൽ നമ്പേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ആയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക എങ്ങനെയാണ് രജിസ്ട്രേഷൻ എന്നുള്ള കാര്യത്തിലാണ്. അതിന് മുന്നേ പറയുവാണെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി 2 ലാംഗ്വേജിലാണ് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുക. മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് വരുവാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് മക്കൾ നോക്കിക്കഴിഞ്ഞാൽ ഈ IOQM എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. എല്ലാ ഡാറ്റാസും അവിടെ ഗിവൺ ആണ്. അപ്പോൾ നമ്മൾ ഈ നോക്കുന്ന സമയത്ത് നമ്മൾ സൈറ്റ് എന്ന് പറയുമ്പോൾ ഹോമി ബാബ സെൻറ്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റാണ്. അവരാണ് നാഷണൽ ലെവൽ ഒളിമ്പിയാഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുകളായിക്കോട്ടെ എല്ലാം സൈറ്റിൽ ഗിവൺ ആണ്. അതായത് സെൻറ്റർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കാണാൻ വേണ്ടി സാധിക്കും. സെൻറ്റർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ സെൻറ്ററുകളാണ് എക്സാം നടത്തപ്പെടുന്നത് ആ സെൻറ്റേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സ്കൂൾസിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല, എക്സാം സെൻറ്റർ ആയിട്ട് ലഭിക്കണമെന്നില്ല. കുറച്ച് സ്കൂൾസ് മാത്രം, അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്കൂൾസിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി KV JNV സ്റ്റുഡൻസ് ആണെങ്കിൽ, അപ്പോൾ കേന്ദ്രീയ വിദ്യാലയ ജവഹർ നവോദയ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്കൂൾസിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും, എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓൺലൈൻ വഴിയും സാധിക്കും. അതേപോലെ തന്നെ ഒരു സെൻറ്റർ രജിസ്ട്രേഷനും സാധിക്കും. അതായത് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ, സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 2 രീതിക്കാണ് ഉള്ളത്. ഒന്നുകിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടൽ വഴി സാധിക്കും. ഇപ്പോൾ 2 ആണെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആണ്. ഏതാണോ കൺവീനിയൻറ്റ് അതുപോലെ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമുക്ക് സെൻറ്റർ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സെൻറ്റർ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെൻറ്റേഴ്സും എന്താവണമെന്നില്ല, അവൈലബിൾ ആവണമെന്നില്ല. പക്ഷേ ആ ഒരു സമയത്തിലേക്ക് സെൻറ്റർ രജിസ്ട്രേഷനിൽ എല്ലാ സാധനങ്ങളും കാണിക്കുന്നതായിരിക്കും. സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ജൂൺ 28 മുതലാണ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 12 വരെ ആയിരിക്കും നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണെങ്കിൽ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 12 വരെ അതിനും സമയമുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റ് ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 8 ആണ്. ഇത് ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് എക്സാമിൻ്റെ ഫീനെ കുറിച്ച് പറയുവാണെങ്കിൽ KV JNV സ്റ്റുഡൻസിനാണെങ്കിൽ 180 റുപ്പീസ് മാത്രമാണ് എക്സാം ഫീ വരുന്നത്. മറ്റ് സ്റ്റുഡൻസിനാണെങ്കിൽ 300 റുപ്പീസ് ആയിരിക്കും എക്സാം ഫീ വരുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ മിസ് പറഞ്ഞു ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. അതായത് ഇപ്പോൾ ഓഫ്ലൈൻ രജിസ്ട്രേഷൻ നടത്തുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സൈറ്റിൻ്റെ ഏറ്റവും മേലെയായിട്ട് ഫോർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് സെൻറ്റർ സെർച്ച് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ സെൻറ്ററിലാണ് എക്സാം ഉള്ളത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ചുമ്മാ എന്ത് കൊടുക്കുവാണ്, ആ ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുക്കുന്നു, പ്ലേസ് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് സെൻറ്റേഴ്സ് ഉള്ളതെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ ഡാഷ്ബോർഡിലെ ഏറ്റവും മേലെയുള്ള 4 സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു മെനുവിൽ പോയിട്ട്
സെൻറ്റർ സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്റ്റേറ്റ് ആദ്യം അടിക്കുക. നമ്മൾ എന്ത് ചെയ്യുകയാണ്, കേരള എന്ന് അടിച്ചു. പിന്നെ നമ്മൾ ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്നു. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് കൊടുക്കുക. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്റ്റ് ആണോ വേണ്ടത് ആ ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കോഴിക്കോട് കൊടുത്തു ഫോർ എക്സാമ്പിൾ. അപ്പോൾ സിറ്റി ഞാൻ കൊടുക്കുന്നത് കോഴിക്കോട് തന്നെയാണ്. അപ്ലൈ ഫിൽറ്റർ എന്ന് കൊടുത്തു. അപ്പോൾ കോഴിക്കോട് ഏത് സെൻറ്ററിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഓഫ്ലൈനായിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് അൽഫോൺസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ബാക്കിയൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നിയർ ബൈ സെൻറ്ററിൽ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക, ആ ഒരു സൈറ്റിൽ തന്നെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ 4 സ്റ്റുഡൻസ് 4 സെൻറ്റർ പിന്നെ എന്താണ് ഡൗൺലോഡ് ഓപ്ഷൻ അവിടെ ഉണ്ട്. ഡൗൺലോഡ് ഓപ്ഷനിൽ പോയിട്ട് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. ആ ഒരു ഫോം നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഓഫ്ലൈനായിട്ട് പോകുന്ന സെൻറ്ററിൽ കൊടുക്കാനായിട്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ, ഓഫ്ലൈനായിട്ട് ചെയ്യണമെങ്കിൽ, സെൻറ്റർ പോയി ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, പോവുക. ഈ പോകുന്ന സമയത്ത് ഇതിൻ്റെ എൻഡിലുള്ള ആ ഒരു അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്ന ഫോം എന്ത് ചെയ്യുക, തിരിച്ച് നിങ്ങളുടെ കയ്യിൽ വാങ്ങിക്കണം. അതിന് ശേഷം ഇതെന്തായാലും ഈ ഡാറ്റ എന്ന് പറയുന്ന സ്കൂൾ അധികൃതർ എന്ത് ചെയ്യും, ഇത് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം ഒരു 7 വർക്കിംഗ് ഡേയ്സ് കഴിയുന്ന സമയത്ത് നിങ്ങളതൊക്കെ അപ്ഡേറ്റഡ് ആണോ എന്ന് എന്ത് ചെയ്യണം, ചെക്കും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്ത് ഓഫ്ലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൺലൈനായിട്ടും രജിസ്ട്രേഷൻ സാധിക്കും. അതായത് 4 സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മേലെ. അതിൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് എല്ലാ രജിസ്ട്രേഷനും സാധിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഫോർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ഒക്കെ കൊടുക്കുന്നു, മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു OTP വരും. ആ OTP വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോർ ദ ലോഗിൻ കംപ്ലീറ്റ് ചെയ്യാം, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. എല്ലാ രീതിയിലും ഡാറ്റാസ് കൊടുത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു പ്രത്യേകം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, മറ്റ് ഡോക്യുമെൻറ്റ്സ് അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, രജിസ്ട്രേഷനായിട്ട് മക്കൾ ഇരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ്. സെപ്റ്റംബർ 8-ാം തീയതിയാണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. അതായത് ഓഗസ്റ്റ് നമുക്ക് 12 വരെ മാത്രമേ സമയമുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്യുക. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് മക്കൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു എക്സാം സെൻറ്ററിൽ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ മക്കൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അടിപൊളിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഫസ്റ്റിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് എന്തായാലും യൂസ് ചെയ്യണം. അവ കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് ഇനിയും കാണേണ്ടതുണ്ട്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.